നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കോ, നീ മരിച്ചു പോകുമെന്ന് പ്രവാചകൻ യെശയ്യാവ് ഹിസ്കിയാവിനെ നോക്കി പ്രവചിച്ചു. ഹിസ്കിയാവ് ചുവർ കടികാരത്തിന് നേരെ മുഖം തിരിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ ആദ്യ നാളുകളെ നീ ഒന്ന് ഓർക്കണമേ. തമ്പുരാൻ ഓർത്തപ്പോൾ ഓർക്കാൻ ചിലതുണ്ടായിരുന്നു. അതുകൊണ്ട് ഏത് പ്രവാചകനിലൂടെയാണോ നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കോ, നീ മരിച്ചു പോകുമെന്ന് ദൂത് പറഞ്ഞത്, അതേ പ്രവാചകന് പടിപ്പുര വിട്ടു പോകാതെ മുറ്റത്തെത്തിയപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു. എന്നിട്ട് പറഞ്ഞു, മടങ്ങി വന്ന് ദൂത് പറ, നിന്റെ ആയുസ്സിനോട് ചില സംവത്സരങ്ങളെ ഞാൻ കൂട്ടിച്ചേർക്കുന്നെന്ന്. ദൈവം തമ്പുരാൻ ഓർക്കാൻ ചിലത് ജീവിതത്തിൽ ശേഷിപ്പിക്കണം. എന്തിനെന്നറിയാമോ? അനർത്ഥ ദിവസം അവൻ നമ്മെ മറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ശത്രുവിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കത്തില്ല. അമേൻ. ചുവർ കടികാരത്തിന് നേരെ മുഖം തിരിച്ച് ഒരുവൻ കരയാൻ തയ്യാറായപ്പോൾ നഷ്ടപ്പെട്ടുവെന്നും ഇതോടെ തീർന്നെന്നും തന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയ ദൈവമാരുള്ളപ്പാട് പറഞ്ഞത്. എന്നാൽ കണ്ണുനീരിൻ്റെ മുമ്പിൽ ഒടേ തമ്പുരാൻ വാക്കുമാറിയെങ്കിൽ, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവവൈതലേ, ദൈവസന്നിധിയിൽ കൂട്ടായ്മയ്ക്കായി നീ കടന്നു വരുമ്പോൾ, നീ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ അഭയാചന കഴിക്കുമ്പോൾ, ആ കണ്ണുനീരിനൊരു ഭാഷയുണ്ട്. നിന്നെ വിട്ട് മാറിപ്പോകുന്ന ഒരു കർത്താവിനെയല്ല ഞാൻ നിങ്ങൾ സേവിക്കുന്നത്.